ഇടുക്കിയിലും കഴിഞ്ഞ 3 ദിവസമായി പെയ്യുന്ന തീവ്ര മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരിക്കുകയാണ്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 135.95 അടിയായി കുറഞ്ഞു. 13 ഷട്ടറുകളിലൂടെയാണ് വെള്ളം പുറത്തേക്കൊഴുകുന്നത്. പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രിൻസ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടുക്കിയിൽ മഴ മൂലം വലിയ തരത്തിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരു ശമനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു അറുതി ഉണ്ടാകാൻ ഒരുങ്ങുന്നു എന്ന് വേണം കരുതാനല്ലേ? അനുസരി തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മഴയ്ക്ക് നേരിയ കുറവുണ്ട്. മഴ പൂർണ്ണമായി മാറിയെന്നല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ അല്ല, കുറഞ്ഞ രീതിയിലാണ് മഴ. അതിശക്തമായ മഴ ഇല്ലായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ. തുടർച്ചയായി മഴ പെയ്യുന്നുണ്ടെങ്കിലും ഭീകരമായ ഒരു സാഹചര്യം ഇല്ലായിരുന്നത് തന്നെ വലിയ ആശ്വാസകരമാണ്. വലിയ അപകടങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതൊരു ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കല്ലാർപ്പുഴയിലും കുമ്പളി മേഖലയിലും ഒക്കെ അതിശക്തമായി വെള്ളം വരുന്ന സാഹചര്യം ഉണ്ടായി. കല്ലാർപ്പുഴയിൽ മിന്നൽ പ്രളയം ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്നാൽ ആ സാഹചര്യങ്ങളൊക്കെ മാറിയിരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പം മുല്ലപ്പെരിയാറിലേക്കുള്ള നീരൊഴുക്കും അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 138.85 അടിയായി കുറഞ്ഞത്, 138.0 അടിയായി കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അത് 139.5 അടി വരെ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കും അതിശക്തമായി തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും പെരിയാർ തടാക തീരത്തും വനമേഖലയിലുമൊക്കെ വലിയ തോതിലുള്ള മഴ ലഭിച്ചതുകൊണ്ട് നീരൊഴുക്ക് ശക്തമായി തുടരുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ അണക്കെട്ടിൽ നിന്നും പെരിയാറിലേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവിലും നേരിയ കുറവുണ്ട്. 13 സ്പിൽവേ ഷട്ടറുകളിലൂടെയും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് 7300 ക്യൂസെക്സോളം വെള്ളമാണ് അണക്കെട്ടിൽ നിന്നും സ്പിൽവേയിലൂടെ പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. അതോടൊപ്പം തന്നെ തമിഴ്നാട് ടണൽ മാർഗം 1600 ക്യൂസെക്സോളം വെള്ളം കൊണ്ടുപോകുന്നുമുണ്ട്. നിലവിൽ ഇതിന് ആനുപാതികമായി മാത്രമേ വെള്ളം ഇപ്പോൾ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുള്ളൂ. ഏകദേശം 8500 ക്യൂസെക്സോളം വെള്ളമാണ് അണക്കെട്ടിലേക്ക് എത്തുന്നത്. അതായത് ഒഴുകിയെത്തുന്ന വെള്ളത്തിന് ആനുപാതികമായി വെള്ളം പുറത്തേക്കും ഒഴുക്കുന്നതിനാൽ ജലനിരപ്പ് നിലവിലെ അവസ്ഥയിൽ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. എന്നാൽ രാത്രി കാലങ്ങളിൽ മഴ വീണ്ടും ശക്തമായ അവസ്ഥയുണ്ടായാൽ സ്ഥിതികൾ മാറും. എന്നാൽ ഒപ്പം അല്ല സാഹചര്യമാണുള്ളത്. നിലവിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് എടുക്കാത്ത അവസ്ഥ ഉള്ളതിനാൽ നിലവിൽ പെരിയാർ നദിയിലെ ജലനിരപ്പ് ഇനിയും നിലവിലത്തെ അവസ്ഥയിൽ വർദ്ധിക്കില്ല. എങ്കിലും മഴ ഒക്കെ തൊടുന്നൊരവസ്ഥ ഉണ്ടായാൽ സാഹചര്യങ്ങൾ മാറുന്ന ഒരവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പെരിയാറിന്റെ ജലനിരപ്പ് ഉയർന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം വീടുകളിലേക്ക് പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന, പ്രത്യേകിച്ചും വണ്ടിപ്പെരിയാർ, വാളാടി തുടങ്ങിയ മേഖലകളിലെ നദീതീരത്ത് താമസിക്കുന്ന ആളുകളുടെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതാണ് മുല്ലപ്പെരിയാർ സംബന്ധിച്ചുള്ള അവസ്ഥ. അപ്പം മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം കൂടി ഇടുക്കിയിലേക്ക് ഒഴുകുന്നതിനാൽ ഇടുക്കിയിലെ ജലനിരപ്പ് ഉയരുന്ന ഒരു അവസ്ഥയുണ്ട്. എങ്കിലും അപകടകരമായ ഒരു സാഹചര്യമില്ല. അലർട്ടുകളൊന്നും ഇടുക്കിയിൽ നിലവിലില്ല. എന്നാൽ മറ്റു ചെറുകിട അണക്കെട്ടുകളായ പൊന്മുടി, മലങ്കര തുടങ്ങിയ അണക്കെട്ടുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നിരുന്ന ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമുകളായ കല്ലാർ, ഇരട്ടയാർ തുടങ്ങിയ ഡാമുകളുടെ ജലനിരപ്പ് അല്പം കുറവുണ്ട്. അതും ആശ്വാസകരമാണ്. അനുശ്രീ, ശരി, കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്യുന്ന മഴയിൽ അത് വലിയ തരത്തിൽ ബാധിച്ച ഒരു ജില്ലയായിരുന്നു ഇടുക്കി. ഇടുക്കിയിൽ പെയ്തുകൊണ്ടിരിക്കുന്ന തീവ്ര മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പ്രിൻസ് ജെയിംസ് ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.